മകൾ വീണ വിജയനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല വിജയനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നിരീക്ഷണത്തിൽ. മകൾ വീണ വിജയൻ ബാംഗ്ലൂരിൽ IT കമ്പനി തുടങ്ങിയത് ഭാര്യ കമലയുടെ പെൻഷൻ തുക കൊണ്ടാണെന്ന മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കമലയുടെ നിക്ഷേപവും സമ്പാദ്യവും അന്വേഷണ ഏജൻസി നിരീക്ഷിക്കുന്നത്. SFIയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പുതിയ വിവരം പുറത്തുവരുന്നത്. എക്സാലോജിക്കും കരിമണൽ കർത്തയുടെ CMRലുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാൻ SFIO വീണയ്ക്ക് സമൻസ് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി വിധി എതിരായാൽ വീണ വിജയനെ SFIO ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കും. 18ഓളം ജീവനക്കാരുമായി 2014 സെപ്റ്റംബറിലാണ് വീണ IT കമ്പനി ആരംഭിച്ചത്. കമ്പനി തുടങ്ങാൻ ടീച്ചറായിരുന്ന കമല വിജയന്റെ പെൻഷനാണ് ഉപയോഗിച്ചതെന്ന പിണറായി വിജയന്റെ വാദം ദുർബലമായിരുന്നു. പരക്കെ വിമർശനത്തിനും ഇതിടവരുത്തി. 1.56 കോടി രൂപയാണ് വീണ വിജയന്റെ ആസ്തി. പിണറായി വിജയൻ 2021 തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖകൾ പ്രകാരം 64 ലക്ഷമാണ് കമല വിജയന്റെ ആസ്തി. ഇതിൽ 35 ലക്ഷവും വടകര താലൂക്കിൽ കമലയ്ക്ക് കിട്ടിയ പാരമ്പര്യ കൃഷിഭൂമിയാണ്. 7 ബാങ്ക് അക്കൗണ്ടുകൾ കമലയ്ക്ക് നിലവിലുണ്ട്. ഈ അക്കൗണ്ടുകളിലായി 20 ലക്ഷം രൂപയോളമാണ് സ്ഥിര നിക്ഷേപം. കൈരളി ചാനലിൽ 2000 ഷെയറും കണ്ണൂർ എയർപോർട്ടിൽ 2 ലക്ഷം രൂപയുടെ ഓഹരിയും കമല വിജയനുണ്ട്. കൂടാതെ പിണറായിയിലെ പോസ്റ്റ് ഓഫീസിൽ 3 ലക്ഷം രൂപയുടെ നിക്ഷേപവും 3.30 ലക്ഷം രൂപയുടെ സ്വർണവും കമല വിജയന്റെ സമ്പാദ്യത്തിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.